നമസ്കാരം, ഞാൻ ഡോക്ടർ ജയ. എന്താണ് ആക്സസ് ബാർസ്? ആക്സസ് ബാർസ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനായ ആക്സസ് കോൺഷ്യസ്നെസിന്റെ ഒരു പ്രോഗ്രാമാണ്. 1990s ഡോക്ടർ ഗാരി ഡഗ്ലസും ഡോക്ടർ ഡെയ്ൻ ഹെറിനും ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രോഗ്രാമാണ് ആക്സസ് ബാർ തെറാപ്പി എന്ന് പറയുന്നത്. എന്താണ് ആക്സസ് ബാർ എന്ന് ചോദിച്ചാൽ, നമ്മുടെ തലയിൽ ഒരു 32 പോയിന്റ്സ് ഉണ്ട്. ഈ 32 പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എനർജി പോയിന്റ്സ് എന്നാണ് പറയുന്നത്. ഈ എനർജി പോയിന്റ്സിന് ബാർസ് എന്നാണ് പറയുന്നത്. സോ ആക്സസ് ബാർ മീൻസ് ബാർസ് റൺ ചെയ്യുക എന്ന് പറയും. ഈ ബാർസ് റൺ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ചാർജസ് റിലീസ് ആവും. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ചാർജസ് റിലീസ് ആവുന്നതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ അൺവാണ്ടഡ് തോട്ട്സ്, അതുപോലെ നമ്മുടെ ബ്രെയിൻ വേവ്സ് ഒക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. അതായത് നമ്മുടെ അനാവശ്യമായ സ്ട്രെസ് ഒക്കെ റിലീസ് ആവും. ഒരു സെൻസ് ഓഫ് ജോയ്, ഒരു പീസ്, ഒരു ഹാപ്പിനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. മോസ്റ്റ് റിലാക്സിംഗ് മൊഡാലിറ്റി എന്നാണ് ആക്സസ് ബാറിനെ അറിയപ്പെടുന്നത്. 172 രാജ്യങ്ങളിൽ ആക്സസ് ബാർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻലി ആരൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ് ഒക്കെയാണ്. ഈ ആക്സസ് ബാർ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന പീസ് അല്ലെങ്കിൽ സമാധാനം തന്നെയാണ്. വളരെയധികം ഫോക്കസ്ഡ് ആവാൻ, നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി ആക്സസ് ബാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ വളരെ ഈസി ആയി സംഭവിക്കുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ദേഷ്യമുള്ള ആൾക്കാരെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത് പോലെ. ആ ഒരു ബ്ലോക്കേജ് മാറ്റി നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതൊരു മെന്റലി മാത്രമല്ല, നമുക്ക് ഫിസിക്കലി നമുക്ക് ആക്സസ് ബാർ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആക്സസ് ബാർ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരു റീസെറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഒരു റീസെറ്റിംഗ് നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ആൻസൈറ്റി, നിരാശ, ഡിപ്രഷൻ, സ്ട്രെസ് ഒക്കെ നമുക്ക് റിലീസ് ചെയ്യുന്നത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഉറക്കമില്ലായ്മയ്ക്ക് ഒരു മിറാക്കുലസ് റിസൾട്ടാണ് നമുക്ക് ആക്സസ് ബാർ ചെയ്യുന്നത് വഴി കിട്ടുന്നത്. ഇപ്പം ആൾക്കാർ പറയും വർഷങ്ങളായിട്ട് ഉറക്കമില്ല എന്ന് പറയും. വർഷങ്ങളായിട്ട് ഉറക്കമില്ല എന്ന് വെച്ചാൽ അവർ ഉറങ്ങുന്നില്ല എന്നല്ല, പക്ഷെ അവരുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ല, അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണ്, നമ്മുടെ ബോഡിക്ക് വേണ്ടത്ര റെസ്റ്റ് കിട്ടുന്നില്ല എന്നാണ്. ഇപ്പൊ നമ്മുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. അതിപ്പം ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നമ്മൾ കുറച്ച് ടയേർഡ് ആയിരിക്കും. നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ലീപ്പാണ് എല്ലാത്തിന്റെ ഒരു ബേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം നമ്മുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗൻസിന്റെ ഫംഗ്ഷൻ, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ, ഇതിനെല്ലാം അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസിൽ തന്നെ ഈ ഉറക്കത്തിന്റെയൊക്കെ ബുദ്ധിമുട്ട്, വർഷങ്ങളായിട്ട് ഉറക്കം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ടേബിളിൽ തന്നെ അരമണിക്കൂർ, 3/4 മണിക്കൂറും 1 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങിയ നമുക്ക് കേസുകൾ ഉണ്ടായിരുന്നു. അതായത് നോർമലി നമ്മൾ ആക്സസ് ബാർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു റിലാക്സേഷൻ മോഡിലോട്ട് പോകും. പേഷ്യന്റ് ഒന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ഒരു റിലാക്സേഷൻ സ്റ്റേറ്റിലോട്ട് അവർ പോകും. ഈ റിലാക്സേഷൻ സ്റ്റേറ്റിലോട്ട് പോയാൽ നമ്മുടെ ഒരു സെഷൻ കഴിയാറാവുമ്പോൾ, നമ്മുടെ ഒരു 1 hour സെഷനാണ്, ഈ സെഷൻ കഴിയാറാവുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവർ കോൺഷ്യസ് സ്റ്റേറ്റിലോട്ട് വരും. പക്ഷേ ഈ ഉറക്കമില്ലായ്മയുടെ കേസിൽ പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് പോലും നമ്മുടെ ടേബിളിൽ നല്ല ഒരു ഡീപ് സ്ലീപ്പിൽ പോയ ഒരുപാട് കേസുകളുണ്ട്. ശരിക്കും നമ്മൾ ഉറക്കത്തിന് മീൻസ് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും നമുക്ക് ഉറക്കത്തിനൊരു വ്യത്യാസം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡാലിറ്റിയാണ് ആക്സസ് ബാർ എന്ന് പറയുന്നത്. നമ്മുടെ 4 പില്ലേഴ്സിൽ ഒന്നാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇനിയിപ്പം എന്തൊക്കെ പ്രോപ്പർ ആണെന്ന് പറഞ്ഞിട്ടും നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പം നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ മെഡിസിൻസ് നമ്മൾ കഴിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല. കാര്യം എല്ലാത്തിന്റെയും ബേസ് ഈ പറയുന്നത് പോലെ സ്ലീപ്പ് തന്നെ. ശരിക്കും നമുക്ക് ഒരു സെഷൻ കൊണ്ട് തന്നെ, നമ്മുടെ ഒരു ആക്സസ് ബാറിന്റെ ഒരു സെഷൻ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ മൈഗ്രെയിൻ, സെയിം നമ്മൾ സ്ലീപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എത്ര പഴക്കമുള്ള മൈഗ്രെയിൻസ് ആണെങ്കിൽ തന്നെയും നമുക്ക് ആക്സസ് ബാർ സെഷൻ വഴി നമുക്കതിനെ നല്ല രീതിയിൽ നമുക്കതൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അതാണ് ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്ക് ആക്സസ് ബാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റിംഗ് തോട്ട്സ് എന്ന് പറയും. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളൊന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്താലും നമ്മൾ പുറകോട്ട് വലിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോ നമ്മൾ ആക്സസ് ബാർ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ ആ ലിമിറ്റിംഗ് തോട്ട്സും കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ലൈഫിൽ സക്സസ് ആഗ്രഹിക്കുന്ന ആർക്കും നമുക്ക് ആക്സസ് ബാർ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.
അതുപോലെ ഇതിന്റെ പ്രത്യേകിച്ച് ഒരു ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല. കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ നമുക്ക് ആക്സസ് ബാർ ചെയ്യാവുന്നതാണ്. നമ്മൾ കുഞ്ഞുങ്ങളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഠന വൈകല്യങ്ങൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകിൽ പഠിക്കാൻ പുറകോട്ടാവുക, അതല്ലെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കാതിരിക്കുക, അല്ലെങ്കിൽ പഠിച്ചെങ്കിൽ പോലും എക്സാം സമയത്തുണ്ടാകുന്ന സ്ട്രെസ് കാരണം അവർക്ക് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ നമുക്ക് ആക്സസ് ബാർ എടുക്കുന്നത് വഴി അവർക്ക് നല്ല ഫോക്കസ്ഡ് ആവാനും കോൺസെൻട്രേറ്റഡ് ആവാനും പറ്റും. നമ്മുടെ ദുബായ് പോലത്തെ രാജ്യങ്ങൾ അവിടുത്തെ ടീച്ചേഴ്സിനെ അവർ ആക്സസ് ബാർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ പഠിക്കാൻ പുറകോട്ടുള്ള കുഞ്ഞുങ്ങളെയും പിന്നെ എക്സാമിന് വരുന്ന സ്ട്രെസ്സും കാര്യങ്ങളും ഉള്ള കുഞ്ഞുങ്ങൾക്ക് അവർ ആക്സസ് ബാർ അവർ കണ്ടിന്യൂസ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. സെയിം നമ്മൾ ഈ പ്രായമായ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ന് പറയുമ്പോൾ ഭയങ്കര എല്ലാത്തിനോടും ഒരു അഡമന്റ് നേച്ചർ ആയിരിക്കും. അതുപോലെ എന്തിനോടൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയുടെ പ്രശ്നം നമുക്കറിയാം. പ്രായം അങ്ങോട്ട് ചെല്ലുന്നത് വഴി ഉറക്കമില്ലായ്മയ്ക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ വേണ്ടി അവരുടെ ആ ഒരു വാശിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് അവരെ ഒന്ന് കാമാക്കാൻ വേണ്ടി നമ്മൾ ആക്സസ് ബാർ എടുക്കുന്നത് വഴി ഹെൽപ്പ് ചെയ്യും. വേറെ ആക്സസ് ബാറിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫോബിയ, ഈ പേടികൾക്കെല്ലാം ആക്സസ് ബാർ ശരിക്കും ചെയ്യുന്നത് വഴി നമുക്ക് അവരെ കുറച്ച് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അവരൊന്ന് മെന്റലി നമുക്ക് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയും ആക്സസ് ബാർ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്.